നാഗോൺ ജില്ലയിലെ ധിങ് പ്രദേശത്ത് അടുത്തിടെ 14 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിന് ശേഷം അസമിന്റെ ചില ഭാഗങ്ങളിൽ ബംഗ്ലാദേശ് വിരുദ്ധ വികാരം ആളിക്കത്തുന്നു. തദ്ദേശീയ സ്വത്വം ഭീഷണിയിലാണെന്ന് അവകാശപ്പെട്ടതിനെ തുടർന്ന് ശിവസാഗറിലെ 2 പ്രാദേശിക സംഘടനകളുടെ നേതാക്കൾ എല്ലാ ബംഗ്ലാദേശികളോടും അപ്പർ അസം വിടാൻ നിർദ്ദേശം നൽകിയിരുന്നു. പ്രതികാര നടപടി എന്ന നിലയിൽ നാഗോണിലെ മത്സ്യവ്യാപാരികൾ അപ്പർ അസാമിലേക്കുള്ള മത്സ്യവിതരണം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ധിങ്കിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ചില ഗ്രൂപ്പുകൾ മിയ സമുദായത്തെ ലക്ഷ്യമിട്ടതിനെ തുടർന്നാണ് ഇതെന്ന് അവർ പ്രസ്താവനയും ഇറക്കി. നാഗോണിൽ നിന്ന് അപ്പർ അസാമിലെ 9 ജില്ലകളിലേക്ക് ദിവസവും 4 ക്വിന്റൽ മത്സ്യം അയക്കുന്നു. മിയ എന്നത് അസാമിലെ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളുടെ ഒരു പദമാണ്. മിയ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൽ നിന്നാണ് കുടിയേറിയത്. അവർ അസമിലെ മാർക്കറ്റുകൾ പിടിച്ചെടുക്കുക മാത്രമല്ല, തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനും തദ്ദേശീയ സമൂഹങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാനും നദിയിലെ മണൽത്തിട്ടകളിൽ ഭൂമി പിടിച്ചെടുക്കുന്നത് തുടരുന്നു. വിമത ഗ്രൂപ്പായ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാമിലെ മുൻ നേതാവ് ജിതിൻ ദത്ത പറഞ്ഞു. ദത്ത വ്യാപാരികളുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും അത് പിൻവലിക്കരുതെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. മിയ സമുദായത്തെ ആശ്രയിക്കുന്നവരല്ല തങ്ങൾ. മത്സ്യവിതരണം നിർത്തുന്നത് തങ്ങളെ ബാധിക്കില്ലെന്ന് ശിവസാഗറിലെ ചില നിവാസികളും പറഞ്ഞു. ഓഗസ്റ്റ് 30-നകം അസാമിലെ ഉയർന്ന ജില്ലകളിൽ നിന്ന് പുറത്തുപോകാൻ പ്രാദേശിക സംഘടനകൾ മിയ വിഭാഗത്തോട് ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ് വംശജരായ മുസ്ലിം തൊഴിലാളികൾ ഈ ജില്ലകളിൽ വാടകക്കാരായി താമസിക്കുന്നുണ്ടെന്ന് പ്രാദേശിക സംഘടനകൾ അവരുടെ വാടക വസ്തുക്കൾ ഒഴിയാൻ വീടുകളുടെ ഉടമസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി. ബംഗ്ലാദേശ് വംശജരായ മുസ്ലിങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹിന്ദു ആസാമീസ് ഭൂരിപക്ഷമുള്ള ഉയർന്ന അസാമിലെ ജില്ലകളെ ലക്ഷ്യമിടുന്നുവെന്നത് എടുത്തു പറയേണ്ടതാണ്. ലവ് ജിഹാദ് ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളാണ് ഈ മേഖലയിൽ ഇക്കൂട്ടർ ചെയ്യുന്നത്. ഓഗസ്റ്റ് 22-ന് വൈകുന്നേരം നാഗോൺ ജില്ലയിലെ ധിംഗിൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് സൈക്കിളിൽ മടങ്ങുകയായിരുന്ന 14 വയസ്സുകാരിയെ 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തു. കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി ഓഗസ്റ്റ് 24-ന് പുലർച്ചെ 3:30-ഓടെ ക്രൈംരംഗം പുനർസൃഷ്ടിക്കുന്നതിനായി സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട് കുളത്തിൽ ചാടി മരിച്ചു. ഇസ്ലാമിക മത്സ്യ നിർമ്മാതാക്കളുടെയും വ്യാപാരികളുടെയും ഭീഷണിയെ തുടർന്ന് തദ്ദേശീയ സംഘടനകൾ രൂക്ഷമായി പ്രതികരിച്ചു. മത്സ്യം പ്രശ്നമല്ലെന്ന് ഒരു പ്രാദേശിക സംഘടനയിലെ അംഗം രന്തു ബുറാഗോഹൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെയും പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയാണ് പ്രധാന ആശങ്ക. ഇസ്ലാമിക മത്സ്യ വ്യാപാരികൾ മത്സ്യം വിതരണം ചെയ്യുന്നില്ലെങ്കിലും ഉയർന്ന അസാമിൽ ജില്ലകളിലെ അവരുടെ മത്സ്യ ഉൽപാദനം കൈകാര്യം ചെയ്യാൻ കഴിയും. എന്നാൽ ഉയർന്ന അസാമിനെ ബംഗ്ലാദേശ് സ്വതന്ത്രമാക്കുക എന്നത് ഞങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമിക മത്സ്യ വ്യാപാരികൾ ഉയർത്തുന്ന വെല്ലുവിളി അസമിലെ ജനങ്ങൾ സ്വീകരിച്ചതായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നന്ദം പ്രദീപ് ശർമ്മ ബർദോലോയ് പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗ്ലാദേശ് വംശജരായ മുസ്ലിങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദുക്കളെ ലക്ഷ്യമിടുന്നുവെന്ന് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 4 മാസത്തിനിടെ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ 30-ലധികം ആക്രമണങ്ങളും ബലാത്സംഗങ്ങളുമാണ് പുറത്തുവന്നത്. തദ്ദേശീയവാസികൾ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കാകുലരാണ്. സ്ത്രീകളുടെയും നാട്ടുകാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ BJP നേതൃത്വത്തിലുള്ള സർക്കാരിനോട് അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.